ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് ഒരു ട്രാവൽ വ്ളോഗാണ്. ഞങ്ങൾ വിഴിഞ്ഞത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. വിഴിഞ്ഞത്താണ് ചേട്ടാ ഇന്നത്തെ വർക്ക് ഇട്ടേക്കുന്നത്. അപ്പോൾ രാവിലെ ഞാൻ മീൻ കട്ട് ചെയ്തുകൊണ്ട് നിന്നപ്പോഴേ എന്നോട് ചോദിച്ചു, വിഴിഞ്ഞത്ത് പോയിട്ട് വരുന്നോ എന്ന് ചോദിച്ചു. കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ മീൻ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ട് അങ്ങോട്ട് കയറ്റി. കറി വയ്ക്കാനുള്ള സമയമില്ല. അപ്പോൾ നീലൂസ് വൈകിട്ട് വരുന്നതിന് മുമ്പ് നമുക്ക് വീട്ടിലെത്തണം. അതുകൊണ്ട് വന്നിട്ട് മീൻ കറി വയ്ക്കാമെന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് ഫ്രഷ് മീനായതുകൊണ്ട് കട്ട് ചെയ്തങ്ങ് ഞാൻ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടോ, ഫ്രീസറിലാക്കി വെച്ചിട്ട് ഞാൻ കുളിച്ച് റെഡിയായിട്ട് പോയി. അപ്പോൾ റോഡെന്ന് പറഞ്ഞാൽ ഇതാണ് റോഡ്. പക്ഷേ ഇച്ചിരി ഡേഞ്ചറാണെന്നൊക്കെ എനിക്ക് തോന്നി കേട്ടോ. പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഓവർ സ്പീഡിലൊക്കെ ആയിരുന്നു കാറൊക്കെ പോകുന്നത്. പാഞ്ഞങ്ങ് പോവുമായിരുന്നു. ഒന്നാമത് വൺ വേയും കൂടിയല്ലേ. അങ്ങനെ ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. രണ്ട് സൈഡും നല്ല പച്ചപ്പും ഹരിതാഭയും നിറഞ്ഞ ഹരിതമായ എന്താ പറയുക, എന്തോ ഒരു സംഭവം. നല്ല ഭംഗിയായിരുന്നു കാണാൻ കേട്ടോ. ഇപ്പം ഇത്തിരി പൊക്കത്തിലാണ് റോഡുള്ളതുകൊണ്ട് ചുറ്റും ഇങ്ങനെ ഇഷ്ടം പോലെ തെങ്ങും തോപ്പുണ്ടായിരുന്നേ സൈഡിലെല്ലാം. അപ്പം തെങ്ങിൻ്റെ മണ്ടയെല്ലാം നമ്മുടെ തൊട്ടടുത്ത് ഇങ്ങനെ കാണാമായിരുന്നു. അതൊക്കെ കാണാൻ കണ്ടുകൊണ്ടിങ്ങനെ പോകാനായിട്ട് നല്ല ഭംഗിയായിരുന്നു. പക്ഷേ അങ്ങ് ദൂരെ മഴക്കോള് കണ്ടെങ്കിലും ഇവിടെ നല്ല പൊരി വെയിലായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നപ്പോഴും തിരിച്ച് വന്നപ്പോഴും. ആ വെയിൽ മൊത്തം കൊണ്ട് ടാനടിച്ചിട്ടൊക്കെയാണ് തിരിച്ച് വീട്ടിലെത്തിയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം എത്തിയപ്പോഴത്തേനും എത്താറായിട്ടുണ്ട് കേട്ടോ. നേരെ പോയി കഴിഞ്ഞാൽ കന്യാകുമാരിയാവും. 73 കിലോമീറ്റർ ഇവിടുന്ന്. കന്യാകുമാരിയിലോട്ടൊക്കെ പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മുടെ നീലൂസ് കൂടില്ലാത്തത് കൊണ്ട് അതൊന്നും നടക്കത്തില്ല. ഞങ്ങളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ രണ്ട് സൈഡിലും ഇങ്ങനെ ഈ പുല്ല് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഈ പടർന്നു പോകുന്ന പുല്ലുണ്ടല്ലോ, നല്ല പച്ച കളറ് കേട്ടോ. കാണുമ്പോൾ തന്നെ കണ്ണിന് നല്ല കുളിർമയുണ്ട്. ഈ വഴി പോയിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും, നല്ല അടിപൊളി റോഡാണല്ലോ. വേറെ ശല്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല സ്മൂത്തായിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റും. ഞാൻ ഇതാണ് കേട്ടോ പറഞ്ഞത്, രണ്ട് സൈഡിലും പച്ചപ്പും ഹരിതാഭയും. തെങ്ങിൻ്റെ മണ്ടയൊക്കെ നമുക്ക് ഇത്ര അടുത്തായിട്ട് കാണാനായിട്ട് പറ്റും. ഇഷ്ടംപോലെ തേങ്ങ നിൽപ്പുണ്ട്. പക്ഷെ വല്ലവരുടെയും പറമ്പിലെ തേങ്ങ ആയതുകൊണ്ട് നമുക്കതൊന്നും താഴെ വീണെടുക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെ പോകുന്ന വഴിയൊക്കെ ഇപ്പം മാങ്ങ സീസണൊക്കെ ആയതുകൊണ്ട് മാങ്ങയൊക്കെ പഴുത്ത് നിൽക്കുന്ന കാണുമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നും ഇടയ്ക്ക് ഇറങ്ങിയിട്ട് അതിൻ്റെ ചുവട്ടിലൊക്കെ ഒന്ന് നോക്കാമെന്ന്. പക്ഷേ നമുക്ക് പോയിട്ട് പെട്ടെന്ന് വരണം എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് പോവാട്ടോ. അതുകൊണ്ട് എങ്ങും ചവിട്ടി നിർത്തിയില്ല. വീട്ടിൽ നിന്ന് എടുത്ത വണ്ടി പെട്രോൾ പമ്പിലൊന്ന് നിർത്തി പെട്രോളും അടിച്ചിട്ട് നേരെ വിട്ടു വിഴിഞ്ഞത്തോട്ട്. ഒരൊറ്റ വിടിയിലായിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ റോഡിൻ്റെ സൈഡിലൊക്കെ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. ഞാനവിടെ പോസ്റ്റായി. പിന്നെ ചേട്ടായി പിന്നെ ജോലിയെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേന് വന്നു കേട്ടോ. കുറേ നേരം ഞാനിവിടെ ഇരുന്ന് പോസ്റ്റായിരുന്നു. പിന്നെ നമ്മൾ ആഴിമല ശിവക്ഷേത്രത്തിൻ്റെ അടുത്തൂടെ ആയിരുന്നു വന്നത് കേട്ടോ. പക്ഷേ ആഴിമലയിലൊന്നും കയറാനായിട്ട് പറ്റിയില്ല. നമുക്ക് എവിടെയെങ്കിലും കയറി കഴിഞ്ഞാൽ സമയമെടുക്കും. അതുകൊണ്ട് പിന്നെ അതൊന്നും വേണ്ട, വേറൊരു ദിവസം അതിനൊക്കെ ആയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് വിഴിഞ്ഞത്തോട്ടാണ് കേട്ടോ. വിഴിഞ്ഞ ഹാർബറൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നേരെ വിഴിഞ്ഞത്ത് ബീച്ചിലോട്ട് പോയി. അവിടെ ഈ മീനൊക്കെ കൊണ്ടുവരുമ്പം ലേലം വിളിച്ചൊക്കെ വാങ്ങിക്കുമല്ലോ, അതൊക്കെ കുറേ നേരം കണ്ടുകൊണ്ട് നിന്നു. പക്ഷേ നല്ല വെയിലുമായിരുന്നു, നല്ല തിരക്കുമായിരുന്നു. ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ മൊത്തം കുളമായതുകൊണ്ട് ഞാൻ പിന്നെ മാറി നിന്നു കേട്ടോ. കാരണം വെള്ളം ഇങ്ങനെ തിരയടിച്ച് ഇങ്ങനെ കയറി വരുന്നുണ്ടായിരുന്നു. ഞാനതുകൊണ്ട് കാലൊന്നും നനയ്ക്കാനായിട്ട് നിന്നില്ല. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ നിന്ന് കടലും കണ്ട് കപ്പലുകളും കണ്ട് ബോട്ടും കണ്ട് ഇങ്ങനെ കുറേ നേരം അവിടെ നിന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നേ കാണാനായിട്ട്. ലേലം വിളിച്ച ആൾക്കാർ ഓരോന്ന് മീനൊക്കെ വാങ്ങിക്കുന്ന കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇഷ്ടംപോലെ പൈസയും കൊണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വാങ്ങിക്കാനായിട്ട് പറ്റും കേട്ടോ. ലേലം വിളിച്ചെടുത്താൽ മതി. അങ്ങനെ കൂറൊക്കെ വെക്കുന്ന കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോരുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.